Q Developers ഉപ്പും മുളകും. സുപ്രഭാതം സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. ആഹാ, എന്തൊരു രാഗം, എന്തൊരു താളം, എന്തൊരു ഭാവാണ് നിന്റെ മുഖത്ത്. എന്താടി അവന്റെ പാട്ടിന് കുഴപ്പം? അവൻ നന്നായിട്ടല്ലേ പാടിയത്. മക്കളെ, നീ നന്നായിട്ടാടാ പാടിയത്. ചേച്ചി, ഇതുവരെ പ്രോത്സാഹനം കിട്ടാതെ എത്ര കലാകാരന്മാർ മൺമറിഞ്ഞ് പോയിട്ടുണ്ടോന്ന് ചേച്ചിക്ക് അറിയാവോ? അവരോടെല്ലാം കാലം കണക്കുറേണ്ടി വരും. എടാ, ഈ പാട്ട് ഇങ്ങനെ അല്ലട പാടണ്ടേ. ചേച്ചി, ഞാൻ ഏത് പാട്ട് പാടിയാലും ചേച്ചി ഇത് തന്നെയല്ലേ പറയുന്നത്, ഈ പാട്ട് ഇതല്ല ഇങ്ങനല്ല പാടണ്ടേന്ന്. എനിക്ക് ഞാനായിട്ടേ പാടാൻ പറ്റൂ, വേറെ ആളോട്ട് പാടാൻ പറ്റില്ല. അത് പോയിന്റ് കേട്ടോ. ആ അല്ല അമ്മൂമ്മേ, അമ്മൂമ്മ പാടിയത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ല, ഒന്ന് പാടി. അമ്മൂമ്മക്ക് പാട്ടൊന്നും അറിഞ്ഞുകൂടാ കുഞ്ഞെ. പാട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നല്ല ശബ്ദം ഉണ്ടെങ്കിൽ ആർക്കും വേണേലും പാടാം. അമ്മ ഒരു പാട്ടങ്ങ് പാട്. എനിക്ക് പാട്ട് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ അമ്മയെ ചോറ് മാത്രം വെച്ചിട്ടാ പോയത്. അടുക്കളയിൽ കറിയൊന്നുമില്ല. ഞാൻ കറി വെച്ചിട്ട് വേഗം. അമ്മൂമ്മ അങ്ങനെ എസ്കേപ്പ് ആവാൻ നോക്കണ്ട, ഇങ്ങോട്ട് വാ, പാടിയിട്ട് പോയാൽ മതി. പ്ലീസ് അമ്മൂമ്മ ഒന്ന് പാട്. അമ്മമ്മ അവിടെ ഇരിക്ക, എന്നിട്ട് പാട്. ഇരി. ഞാനിപ്പോ ഏത് പാട്ടാ പാടണ്ടേ? ആ അമ്മമ്മക്ക് ഇഷ്ടമുള്ള പാട് അമ്മമ്മ പാടിക്കോ. കദളിവായ തോപ്പിരുന്നു അത് പാട്. തോപ്പോ കഥല വഴി കയ്യിൽ അത് തന്നെ, അത് പാട്. അല്ലെങ്കിൽ വേണ്ട, എല്ലാ അമ്മൂമ്മ അടുത്ത് പറഞ്ഞാലും അമ്മൂമ്മര് അതാ പാടുന്നേ. നമുക്ക് വേറൊരു പാട്ട് പാടാം. വേറെ എല്ലാരും ചൊല്ലണ് കല്ലാണു നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര ചുണ്ടാണ് കണ്ടതയ്യ. അടിപൊളി അമ്മൂമ്മ. ആമേ നന്നായിട്ട് പാടണുണ്ടല്ലോ. നീ ഇവിടെ വന്ന് നിക്കായിരുന്നു ഇത്ര നേരം. പാട്ട് കേട്ടോണ്ടിരിക്കായിരുന്നു. നന്നായിട്ട് പാടുന്നുണ്ട്. ചിറ്റപ്പ ഇപ്പൊ ചിറ്റപ്പ വന്നില്ലേ, ചിറ്റപ്പൻ പാടും. ഞാൻ പാടി നിങ്ങളെല്ലാം വെച്ച് പാടും. അത് കുഴപ്പമില്ല, ഞങ്ങൾ പിടിച്ചു നിൽക്കാം. ചുറ്റും പാട്. ഇല്ല മകളെ, പിന്നെ ഒരു രസം ആവട്ടെ, ഇനി ആവട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ചിറ്റപ്പനെ ഇപ്പൊ പാടിയേ പറ്റൂ. ചിറ്റപ്പ ഇതിപ്പം വന്നത് പെട്ടുപോയല്ലേ. ഞാനും നിന്റെ പാട്ട് കേട്ടിട്ടില്ല. നീ ഒന്ന് പാട്. പാട്. കച്ചേരി മതിയാ? ആ അയ്യോ നടേശ കൊല്ലണ്ട. കളിയാക്കല്ലേ ചിറ്റപ്പ, പാടി ചിറ്റപ്പ. ശരി, ഞാൻ പാടില്ല എന്നാ വേണ്ട. ഓക്കെ. കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞുനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയില്ലേ, കുഞ്ഞെ തരുമോ നെയ്യപ്പം, നിന്നുടെ കയ്യിലെ നെയ്യപ്പം, ഇല്ല തരില്ല നെയ്യപ്പം, എന്നുടെ കയ്യിലെ നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ച്. ഇങ്ങനെ ഞാൻ അപ്പോഴേ പറഞ്ഞു. അമ്മ, ഞങ്ങൾക്ക് കുറച്ച് പഴയ കഥ പറഞ്ഞു തരോ? പഴയ കഥയോ? ഓ, അമ്മൂക്ക് അറിയാവുന്ന ഏതെങ്കിലും രണ്ടു മൂന്നെണ്ണം പറഞ്ഞു തന്നാ മതിയെന്നേ. പറഞ്ഞു തരാട്ടോ. എനിക്ക് പിന്നെ പറഞ്ഞാ. ഇപ്പോഴോ? ഇപ്പൊ സമയമൊന്നുമില്ല അമ്മമ്മേ. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോ മക്കളെ വിളിച്ചിരുത്തി കഥയൊക്കെ പറഞ്ഞു തരാട്ടോ. മക്കളെ കേശു, അമ്മൂമ്മയ്ക്ക് അറിയാന്നുള്ള കഥ അച്ഛൻ പറഞ്ഞുതരാം. അതെങ്ങനെ അമ്മൂമ്മക്ക് അറിയാന്നുള്ള കഥ അച്ഛനും അറിയാന്ന്? ആ കഥ അച്ഛൻ അറിയാന്നുള്ളതുണ്ട്. എന്നച്ഛൻ പറഞ്ഞേച്ചാ പറയട്ടാ? പറഞ്ഞാ ഏ പറഞ്ഞാ. ഒരു ദിവസം രാവിലെ പടവലത്തെ കുട്ടമുള്ള അപ്പൂപ്പൻ മൺമാട്ടി എടുത്തോണ്ട് പറമ്പിലോട്ട് ഇറങ്ങിക്കളക്കെ. ആ സമയം നിലവറയ്ക്കകത്ത് കൊല പഴിപ്പിക്കാൻ വെച്ചിരുന്നു ചാക്കിനകത്ത്. നമ്മൾ അമ്മൂമ്മ എന്ത് ചെയ്ത് ഓരോ പഴമായിട്ട് തിന്നു തുടങ്ങി. തിന്ന് നല്ല ടേസ്റ്റായി. അവസാനം കാളാങ്കുണ്ട മാത്രം മിച്ചം. ആ സമയം ആര് തിരിച്ചു വന്ന്? പണിക്ക് പോയ അപ്പൂപ്പൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഒറ്റ പഴമില്ല. അപ്പൂപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മൂമ്മ എപ്പടി ചാക്കിനകത്തായിട്ട് കെട്ടി പഴിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണ് കഥ? പിള്ളേരെടുക്ക പറഞ്ഞു കൊടുക്കുന്ന ഓരോ കഥകള്. ഇതാണോ കഥ? പിന്നെ നടന്ന സംഭവമല്ലേ അപ്പൊ? ഇവിടെ മക്കളെ, അമ്മൂമ്മേ നെയ്യാറ്റിൻകരയിലെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കഥ. അപ്പൂപ്പൻ അമ്മൂമ്മയ്ക്ക് വലിയ കഥകളൊന്നും ഇല്ല. അവർക്കേ കഥകളുള്ളൂ, നമുക്കൊക്കെ എന്ത് കഥ? ആ, കഥയില്ലാത്തതാണ് അമ്മൂമ്മ. അമ്മൂമ്മയ്ക്ക് ഒരു കഥയില്ല. എനിക്ക് കഥയില്ല. നിങ്ങളുടെ അച്ഛന് ഇഷ്ടം പോലെ കഥകളുണ്ടല്ലോ. എന്താ അച്ഛനും അമ്മൂമ്മ എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടണേ? അത് അമ്മൂമ്മക്ക് അച്ഛൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. നിങ്ങളുടെ അച്ഛനും അമ്മ എപ്പോഴും വഴക്കല്ലേ ഉള്ളൂ. അത് ശരിയാ. അച്ഛാ, ഇനിയിപ്പൊ അമ്മ നമ്മുടെ ഓഫീസിൽ പോകുന്നത് കള്ളം പറഞ്ഞിട്ട് തിരുവടിയുടെ അടുത്ത് പോയിക്കൊണ്ടു. ശരിയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ വിളിച്ച് ചോദിക്കാം അങ്ങ് എത്തിയെന്നറിയാം. ആ, തിരുവടിയെങ്കിൽ തിരുവടി. എന്റെ പൊന്നെ, എന്റെ മോളങ്ങ് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മാമി അവളെ മുമ്പ് വെച്ചിങ്ങനെ പറയാം, അവളെ ഇറങ്ങി പോകും കേട്ടോ സന്യാസത്തിന്. എല്ലാവരുടെയും ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ കുഞ്ഞങ്ങനെ പോയത്. ആ വഴിയും അടഞ്ഞു.
അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നേ പോയനെ ഇവൻ്റെ കടയെന്ന് അല്ല ഇവൻ്റെ. ഇവനെന്താടി ഇങ്ങനെ പറഞ്ഞിട്ട് പോയേ? അതവിടെ വെച്ചിട്ട് പോ, നിങ്ങൾ പോ, ഞാനിത് കറി വെക്കട്ടെ, എളുപ്പമാട്ടെ. അവസാനം എല്ലാവരും തോറ്റ് പിന്മാറി. അപ്പം ചിറ്റപ്പോകാൻ വലിയ മാവിൽ വലിഞ്ഞു കയറി അറ്റത്തെ കൊമ്പിലെ 2 മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ അവിടെ നിന്ന് തന്നെ പറിച്ച് ഒരു മാങ്ങ അവിടെ വെച്ച് തന്നെ കഴിച്ചു. ഒരെണ്ണം താഴെ നിൽക്കുന്ന പിള്ളേർക്ക് ഇങ്ങോട്ട് കൊടുത്തു, നിങ്ങൾ കഴിക്കാൻ പറഞ്ഞു. അടിപൊളി ചിറ്റപ്പ. പിന്നെ വേറൊരു സംഭവം, ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ വയലിൽ കളിക്കായിരുന്നു. കളിച്ചോണ്ട് നിന്നപ്പോൾ ഒരു വലിയ എരുമ കയറും പൊട്ടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ കൂടെ നിന്നവന്മാരൊക്കെ 4 പാടും തെറിച്ച് ഓടിക്കളഞ്ഞു. ഞാൻ മാത്രം ധൈര്യത്തോടെ നെഞ്ച് പിരിച്ചിങ്ങനെ നിന്നു. അയ്യപ്പ എരുമ ചിറ്റപ്പനൊന്നും ചെയ്തില്ലേ? ചിറ്റപ്പനെ എരുമ എന്ത് ചെയ്യാൻ? ഞാൻ നോക്കിയപ്പോഴേ ഈ ഓടിയമാരില്ലേ തല ഒത്തര വീഴുന്നു, നെറ്റി ഇവിടെ കാലി എല്ലാം മുറിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ചിറ്റപ്പനെ പേടിച്ചനങ്ങാൻ നിപ്പിച്ചാണ കിട്ടും. ഓടിയൊന്ന് എരുമ ഇത് കണ്ട് തിരിഞ്ഞ് നാണം കെട്ട് ഒറ്റ ഓട്ടം. എനിക്ക് പോടാ പുൾ പിടിക്കാതെ. ഞാൻ എന്തോ പുള്ളി അടിച്ചത് നീ ചെയ്യടാ. നീ ഇപ്പൊ നമ്മളെ കൂടെ അന്ന് കളിച്ചില്ലേ, വയലിൽ കളിച്ചില്ലേ? പേട്ടവും ആ കുരിശി തലേനെല്ലാം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. നീ ഇവിടെ ചോദിച്ചാ അവരടുത്ത് ആയടാ നീ വയലിൽ കണ്ട് ഉരുണ്ടതും ഈ തോട്ടി കിടന്ന് മൂത്രമൊഴിച്ചൊക്കെ ഞാൻ മടങ്ങി ചോദിക്കാൻ പോണം. സുരേന്ദ്രൻ നീ കഴിച്ചു പോ, കളിക്കല്ല നീ പോ, എനിക്ക് ഇവിടെ പണിയുണ്ട്, കഴിച്ചു പോ. ആ ശരിയാ, യവൻ പണ്ട് ചെയ്തതല്ല അങ്ങ് പത്മനാഭപുരം കൊട്ടാരത്തിലെ താളിയോലയിൽ ഇപ്പോഴും എഴുതി വച്ചിക്കാണ്. എൻ്റെ മക്കളെ പണ്ട് യവന്മാരുടെ ഒരു ഹീറോ ഞാനായിരുന്നു. അത് യവന്മാർ ഇപ്പോഴും സമ്മതിക്കൂല. ആര് പറയുന്നേ സത്യം, ആര് പറയുന്നേ കല്ലോന്ന് ആർക്കറിയാം? ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം കേട്ടോണ്ടിരിക്കാല്ലേ പറ്റൂ. അച്ഛാ കേശു വലുതാകുമ്പോഴേ ഇവര് പറ ഇഷ്ടം പോലെ കഥകളുണ്ട്, പക്ഷെ എല്ലാം തീറ്റനെ പറ്റി അത് മാത്രം അല്ലേ കേശു? രാവിലെ ഇവിടെ ഒരു കലഹം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും അതുപോലെ തന്നെ ഒരു പ്രശ്നത്തിന് ഞാനും തയ്യാറല്ല, എണീറ്റ് പോയി. മക്കളെ അതുപോലെ തന്നെ ഒരു വെള്ളപ്പൊക്കത്തിന് സുരേന്ദ്ര മക്കളെ കൊച്ചിനെ വിളിച്ചോണ്ട് നിന്റെ മുറിക്കകത്തോണ്ട് കഥകൾ പോ. വാ മക്കളെ, നമുക്ക് ബാക്കി നിന്റെ റൂമിൽ നിന്ന് പറയാം. അത് കറക്റ്റാണ്. വാ പറയണൊക്കെ പുളുവാണ്, കേൾക്കാൻ രസമാണ്. സിനിമാ കഥയൊക്കെ അവന്റെ സ്വന്തം അനുഭവം പോലെ പറഞ്ഞോളായി. വാ മക്കളെ, നീ വാ മോളെ. ഇവിടെ അവിടെ ഞങ്ങളുടെ റൂമോ? ആ പയ്യ വലിക്കമ്മൂമ്മേ. അടങ്ങിയിരിക്കും വേണേ, നോക്കട്ടെ. അമ്മൂമ്മയെ സൂക്ഷിച്ചേ, പറയാൻ പറ്റില്ല. ചിലപ്പം വർഷങ്ങളായിട്ട് അതിനകത്തിരിക്കുന്ന പേനും പൈതലെല്ലാം വന്ന് കടിച്ചെന്നിരിക്കും. കുളി തീരില്ലാത്ത കുട്ടിയാ. പിന്നെ ഇപ്പൊ ഭയങ്കര കുളിയാണല്ലോ. എന്റെ അമ്മൂമ്മ ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ തുള്ളിച്ചാണ് ആളാണത്. ഒരു കഥ പറ നോക്കിയേ. ചേച്ചി നേരെ അമ്മൂമ്മ വേദന എടുക്കുന്നത്. വേദനിക്കട്ടെ. എനിക്കേ വകയിലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നേ, എലഞ്ഞി ചേച്ചി. എലഞ്ഞിക്കൽ എന്ന് അവരുടെ കുടുംബ പേര്, അതുകൊണ്ടാ എലഞ്ഞി ചേച്ചി എന്ന് വിളിക്കുന്നത്. ചേച്ചിയാണെങ്കിലേ ഭയങ്കര ദേഷ്യക്കാരിയാ, അതുപോലെ തന്നെ സ്നേഹമുണ്ട് കേട്ടോ. ദേ നിന്നെപ്പോലെ ഇങ്ങനെ മുടിയും പറത്തിയിട്ടുണ്ട് നടക്കുന്ന പിള്ളേരെ ചേച്ചിക്ക് ഇഷ്ടേ അല്ലായിരുന്നു. പിള്ളേർക്കാണെങ്കിലോ ചേച്ചിയെ ഭയങ്കര പേടി. ചേച്ചിയാണെങ്കിൽ രാവിലെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയും വേറൊരു പാത്രത്തിൽ കുറച്ച് താളിയൊക്കെ ആയിട്ട് വന്നിരിക്കും. എന്നിട്ട് പിള്ളേരെ ഓരോരുത്തരെ വിളിച്ച് അടുത്തിരുത്തി എല്ലാത്തിൻ്റെയും തലയിൽ ഈ താളിയൊക്കെ അങ്ങ് തേച്ച് എണ്ണയും തേച്ച് നന്നായിട്ട് പതപ്പിച്ചിട്ട് കുളിക്കാനായിട്ട് അങ്ങ് വിടും. കുളി കഴിഞ്ഞ് വന്നിട്ട് മുടി നന്നായിട്ട് തോർത്തി ഉണക്കി കെട്ടി വെച്ചിട്ട് പിള്ളേരെ വിടും ചേച്ചി. അത്രയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ചേച്ചി, അറിയോ? ആ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അതുകൊണ്ടായിരിക്കും പിള്ളേർ ഇങ്ങനെ മുടി പറപ്പിച്ചെടുക്കാത്തപ്പോ എന്തെങ്കിലും തോന്നുമായിരിക്കും. അസുഖം കാര്യം പറയുമ്പോ അസുഖം എന്നാ പറയുന്നേ. അത് തന്നെ. എല്ലാം കൂടെ ഇവിടെ വന്നിരിക്കണ എന്തോന്ന് പണി? മാമി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വിട്. ഈ മുടി ഇതുപോലെ കുറെ നാൾ ശ്രദ്ധിച്ചാ കാണും തലയില്, ഇല്ലെങ്കിലേ കോഴിവാല് പോലെ ഇരിക്കും. മാമിയുടെ മുടി പോലെ ഇരിക്കും, കോഴിവാല് പോലെ ഇരിക്കും. എന്റെ മുടി കോഴിവാല് പോലെയാണോ? പിന്നെ ഇതിനെ എന്തോന്ന് വിളിക്കണം? ഇപ്പൊ കുറച്ച് ശോഷിച്ചെന്നേ ഉള്ളൂ. എനിക്ക് നല്ല പനങ്കൊല പോലത്തെ മുടിയുണ്ടായിരുന്നു പണ്ട്. എപ്പോ? എത്ര വർഷം മുമ്പ്? ഒരു 10-25 വർഷം മുമ്പ്. എന്താ 25 വർഷം മുമ്പ്? മാമി എനിക്കിപ്പം വയസ്സ് 50. 35 വർഷം മുമ്പ് ഞാൻ വലിയച്ഛൻ്റെ കൂടെ പാഴൂര് വന്നപ്പോഴും മാമിക്ക് ഇതേ കോഴിവാല് പോലത്തെ മുടി തന്നെ. എൻ്റെ അമ്മ തള്ളു കണ്ട പനങ്കൊല, പൂക്കൊല, തേങ്ങാക്കൊല, ഉണങ്ങിയ കമ്മും പൂക്കൊല പോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വിശ്വസിച്ചാ. മുടിയുടെ കാര്യം പറഞ്ഞു ഇത്ര എങ്ങും വിസ്തരിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ കിടക്കണം പനങ്കൊല ഇങ്ങനെ ആദ്യം നോക്കിയത് വേന എടുക്കണം. വേന എടുക്കട്ടെ, കെട്ടിയേക്കട്ടെ. പേനുണ്ടോന്നും കൂടെ നോക്കട്ടെ കുറച്ചു നേരം കൂടെ. ഇത്ര നേരം എന്താ നോക്കിയേ? ഇത്ര നേരം നിന്റെ മുടിയെ കണ്ടോണ്ട് നോക്കിയിരിക്കല്ലായിരുന്നു. ഇതിനടുത്ത് നരച്ച മുടിയുണ്ട് ഇടയ്ക്ക്. മതി നോക്കിയത് പോ. നീ ഉറങ്ങണ ആലോചിക്കണ? എന്തോന്ന് ആലോചിക്കണ? നിന്റെ പലോചനകളുടെ പയ്യന്മാർ പൈസയും പലോചനൊക്കെ അടിച്ചോണ്ട് പോകാനായിട്ട് ആലോചിച്ചോണ്ട് ഇടയ്ക്കാണ്. അങ്ങനെയുള്ള പയ്യന്മാരൊന്നും ഇപ്പം ഇല്ല.
അങ്ങനെയുള്ള പയ്യന്മാരൊന്നും ഇല്ലാന്ന്. 3 പയ്യന്മാരുണ്ട്. അവന്മാർ നല്ല പയ്യന്മാരെ ഇപ്പോൾ. 3 പയ്യന്മാരെയും കൂടെ നിന്നെ വഹിക്കണമെന്നാണ് എൻ്റെ സംശയം. പഞ്ചാര മണ്ണനെ വിളിച്ചെന്നെ കൂടെ കടയിലെ പറയുന്നങ്ങ് പോകും. എന്തോന്ന് വഹിക്കും, എന്തോന്ന് പഞ്ചാര മണ്ണാണ്, നീ ചുമ്മാ അരിയണ്ണ. അത് നിനക്ക് തോന്നണം നല്ല പയ്യന്മാരെന്ന്. കാരണം കുറഞ്ഞ പൈസയ്ക്ക് നിർത്തിക്കുകയല്ലേ, അതുകൊണ്ടാണ് നിനക്ക് തോന്നുന്നത്. നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ ചുമ്മാ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, നീ അങ്ങോട്ട് വാ. നീ ഞാൻ എന്ത് പറഞ്ഞാൽ നീ ചുമ്മാരി എന്ന് പറയണതല്ലേ. നീ ആര് വലിയ നിനക്ക് വലിയ ബുദ്ധിമാനം നിനക്ക് തോന്നണം, അതോ നീ വലിയ മിടുക്കനാ? നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നീ ചുമ്മാ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, നീ അങ്ങോട്ട് വാ. നമുക്ക് നീ അവിടെ കടയിൽ കയറിയില്ലേ, നമുക്ക് ആ സ്റ്റാഫിനെയൊക്കെ പറഞ്ഞുവിടാം, നമുക്ക് ഒരുമിച്ച് നടത്താം. എടാ സുരേന്ദ്ര, ഇവനെ കടയിലിരുത്തിയാലേ നിന്റെ കടയ്ക്ക് നല്ല ഐശ്വര്യമായിരിക്കും. കടയപ്പ പൂട്ടിയത് ചോദിച്ചാൽ മതി. നീ എന്തെന്ന് പറഞ്ഞ നിന്റെ കടയിൽ ഞാൻ സ്റ്റാഫായിട്ട് വന്നിരിക്കാനാ? എടാ അതിൽ പോയ നെയ്യാറ്റിക്കരെ 10 വരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ മുമ്പ് ആത്മഹത്യ തന്നെയാണ്. ഈ കടയില്ലേ, ഈ കട എൻ്റെ ഔദാര്യമാണ്. അച്ഛനടുത്ത് പറഞ്ഞ് കാല് പിടിച്ച് നിനക്ക് ഈ കട ഞാൻ വാങ്ങിച്ചു തന്നെയാണ്. സത്യം പറഞ്ഞാൽ ആ കടയിൽ എനിക്കൊരു ഓഹരിയുണ്ട്, ഷെയറുണ്ട്. നീ കുറച്ച് ദിവസമായിട്ട് ഇതെല്ലാം പറഞ്ഞു കിടക്കണേ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ കുറച്ച് സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്, നീ ആ ഇറക്കിയ സാധനത്തിൻ്റെ പൈസ താ, എന്നിട്ട് നീ ആ കട നീ അങ്ങ് നടത്ത്. ബെസ്റ്റ്. എവനെ ഇലക്ട്രോണിക് സാധനമായിട്ടല്ലേ ബന്ധമുള്ളൂ. ഒരു ശാസ്ത്രജ്ഞനെ പിടിച്ച് ആരെങ്കിലും പലവ്യഞ്ജന കടയിൽ ഇരുത്തോടാ? അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റ്. അത് തന്നെ, അത് വലിയൊരു രാജ്യദ്രോഹമാണ്. ഞാൻ ശാസ്ത്രജ്ഞനാവേണ്ട തന്നെ. ചെറുപ്രായത്തിൽ ചുറ്റിത്തിരിഞ്ഞ് വേണ്ടാത്തടത്തൊക്കെ ചെന്ന് കയറി എൻ്റെ ചിന്തയും പോയി. നെയ്യാറ്റിക്കര ജംഗ്ഷനിൽ ചെല്ലുമ്പം പഴയ ആൾക്കാർ പറയും, മാധവണ്ണൻ്റെ മോയ് എവിടെ എത്തേണ്ടത്, എത്ര റോക്കറ്റ് വിക്ഷേപണം ചെയ്യേണ്ടത്, ഉപഗ്രഹങ്ങൾ വിക്ഷേപണം ചെയ്യേണ്ടത്. ഇപ്പം ഗ്രഹങ്ങൾ മാത്രമല്ല, ശനി ഗ്രഹങ്ങളെ ഉള്ള എൻ്റെ ചുറ്റും, ശനി ഗ്രഹങ്ങൾ. കയറാൻ പാടില്ലാത്ത എന്നിടത്തൊക്കെ കയറി ജീവിതവും തുലച്ചടക്കി. അവിടെ വന്ന് കയറിയത് കൊണ്ടേ നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. വേറെ വല്ലയിടത്തുമായിരുന്നു കാണായിരുന്നു. നന്നായിട്ട് ജീവിക്കണ കാണായിരുന്നു. അത് ശരി തന്നെ കേട്ടാ, അത് ശരി തന്നെ. അച്ഛൻ ഇപ്പോഴും പറയാറുണ്ട്, അവൻ്റെ കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ, അവൻ്റെ കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. തന്നെടാ, സംഭവിച്ചു പോയി. ചെന്ന് കയറി അതോ മതി, ജീവിതം കുട്ടിച്ചോറ്. വല നിനക്ക് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. നിന്റെ നെയ്യാറ്റിൻകാരക്കാരെ വലിയ കൊമ്പത്തെ ആൾക്കാർ തന്നെ, പക്ഷേ ഞങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ല. വളരെ മമ്മി കേട്ടാ. അച്ഛാ, അമ്മൂമ്മ കലിപ്പാവോ? കലിപ്പാവോ? അണ്ണാ, കളിച്ച് കളിച്ച അവസാനം കളി കാര്യമാവേ. നിന്റെ നാക്കിന് കുറച്ചുകൂടി നിയന്ത്രണം വേണം കേട്ടാ. എടാ 1 ഇഞ്ച് താന്ന അപ്പം നമ്മളെ തല ചവിട്ടി താഴ്ത്തി കളയും. ആര് ചോനറത്തലയാണ്, വിശേഷപ്പെട്ട തലയാണ്. നിന്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലടേ. അച്ഛാ, അമ്മൂമ്മ അറ്റാക്ക് ചെയ്യൂ? 2 വേറെ പിരിച്ചേ കൊടുക്കും. ഇത്ര അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. അമ്മൂമ്മ കേക്കണ്ട. അവിടെ ചെന്നിട്ട് ഒരു കൂടെ വെള്ളം കുടിക്കായിരിക്കും. ചെല്ല്. എന്താന്ന് അറിയത്തില്ല, ഭയങ്കര ക്ഷീണം, ഭയങ്കര നൊമ്പലോ. നൊമ്പലോ? നീ ഇപ്പൊ അച്ഛന്റെ സംസാരം അച്ഛന്റെ മട്ടക്കാണല്ലോ. ചേച്ചി ചിലവര് പറയുന്നത് കേട്ടിട്ടില്ല, അപ്പനൊക്കെ പുറന്താ അപ്പടി ഈർപ്പണോന്ന്. അപ്പനക്ക് പുറന്താ അപ്പടി ഈർക്കണോന്ന്. ഇരിക്കണമെന്നല്ലടാ പൊട്ട, അപ്പടി പൊറക്കണം എന്നാ. അത് തന്നെ, അപ്പനൊക്കെ പുറന്താ അപ്പടി പൊറക്കണോന്ന്. അവസാനം അച്ഛനെ പോലെ ആവാണ്ടിരുന്നാ മതി. ചേച്ചി ഇത് എന്തോന്ന് പറയുന്നേ? അച്ഛൻ എന്ത് കുഴപ്പമെന്ത്? എല്ലാരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു ഡയലോഗ് അങ്ങ്, അച്ഛനെ പോലെ ആവല്ലേ മക്കളെന്ന്. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും അച്ഛനായാൽ മതി എന്ന് ആലോചിക്കുന്നത്, അച്ഛനെ പോലെ ആയാൽ മതി എന്ന് ആലോചിക്കുന്നത്. എടാ ഞാൻ ചുമ്മാ പറഞ്ഞതാടാ, അച്ഛൻ നമ്മുടെ മുത്തല്ലേ. ചേച്ചി, എന്തോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കും. സത്യം പറയോ? പറയാം. ചേച്ചിക്ക് അച്ഛനോടാണോ അമ്മയോടാണോ കൂടുതൽ ഇഷ്ടം? അയ്യോ, അതിപ്പോ ചോദിച്ചാ കള്ളം പറയരുത്, ഭംഗിവാക്കും പറയരുത്, സത്യം പറയണം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടം. നിനക്ക് ആരിഷ്ടം? സത്യം പറയട്ടെ, എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനേക്കാളും അമ്മയേക്കാളൊക്കെ ഇഷ്ടം ചേച്ചിയാ. ഒന്ന് പോടി തള്ളി മറക്കാണ്ട്. എന്ത്? അതേ സത്യം പറഞ്ഞാൽ ആർക്കും ഇവിടെ മനസ്സിലാവില്ല, പ്രത്യേകിച്ച് ചേച്ചിക്ക്. പൊടി. കേശു, നിനക്ക് ആരിഷ്ടം? അല്ല, ഈ രണ്ടുപേരും ഒരുപോലെ കാണണമെന്നാണല്ലോ. എന്നാലും ഒരു മില്ലിക്ക് എനിക്ക് അച്ഛനോട് സ്നേഹം കൂടുതൽ. അതിന് എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്താ അറിയില്ല, അച്ഛനും എന്നോട് തിരിച്ചങ്ങനെയാന്ന് ഭയങ്കര സ്നേഹം. എന്താ അത്? ഡാഡാ മതി, നിർത്തിക്കോ. സോറി കേട്ടോ, ചേച്ചിക്ക് പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ഭയങ്കര അസൂയാണല്ലോ അതില്. സോറി. മതിയടാ, നിർത്ത് അച്ഛൻ്റെ മോൻ ചമഞ്ഞത്. അമ്മയെന്നും അമ്മ തന്നെ. എൻ്റെ മോളെ സ്നേഹിക്കാൻ ആരുമില്ല, അതിനെ സ്നേഹിക്കാൻ ഞാനും എൻ്റെ മൂപ്പിലും ഉണ്ട്. Grandmother, don't misunderstand me. I am saying about both of them are. Shut up your muddy mouth, you idiot. Grandson. അമ്മൂമ്മേ. കളവൻ കേശു, ഓരോ ഇംഗ്ലീഷും പറഞ്ഞോട്ട് വന്നിരിക്കുന്നു എൻ്റെ അടുക്ക. അമ്മൂമ്മ സ്കോർ ആയിട്ട് പോയത് കണ്ടോ?
പിന്നെ നീ എന്താ വിചാരിച്ചേ നിനക്ക് മാത്രം ഇങ്ങനത്തെ പഞ്ച് ഡയലോഗൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നാ? അല്ല അമ്മൂമ്മയുടെ അടുത്തോട് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എടാ കേശു മോനെ, അമ്മൂമ്മ ഒരു സംഭവമാടാ, സംഭവം. ഓ ചുമ്മാ അല്ല അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അമ്മ എടുത്ത് ചോദിക്കുന്നേ സംഭവാനി എന്ത് ചെയ്യുന്നെന്ന്. എടാ പതുക്കെ പറ, അമ്മൂമ്മ കേട്ടാ നിന്നെ കൊല്ലും. അയ്യോ അപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ, ഞാൻ എന്റെ ഡ്യൂട്ടിയിലോട്ട് തുടങ്ങിക്കോട്ടെ. ഒറ്റ സെക്കൻഡ്, എന്താ ചെയ്ത്? ശിവ ഫോൺ, ശിവന് ഫോൺ ഇങ്ങതാ. ശിവ ആ ശരി, പറയാന്നേ. ആര് താമസിച്ചോ വരത്തുള്ളോ? ആ ശരി ശരി. ഡാ ബാല, നീലുവേ പലവ്യഞ്ജനക്കട കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, നീ അത് പോയി എടുത്തോണ്ട് വരണം. ഉച്ച കഴിഞ്ഞ് പോവാം. ഇപ്പൊ പോയാലോ എന്താ? ഇപ്പം പോകാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് ഇവിടെ പണി കിടക്കണം. എടാ വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നെ, അതുകൊണ്ടാ. ഇപ്പൊ പണി കിടക്കണം അറിയില്ല, പോവാന്ന് ഞാൻ പറഞ്ഞില്ല. ആ പിന്നെ ഒരു കാര്യം കൂടെ, അവള് വൈകിട്ട് താമസിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഓട്ടോയിലോ ബസ്സിലോ ഒക്കെ കയറി വേണ്ടേ വരാൻ. മക്കളെ നീ ഒരു ബൈക്ക് എടുക്കടാ, അതാകുമ്പോ അവളെ എന്നും കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാലോ. അത് തന്നെ അമ്മേ ഞാനും പറയാനുള്ളത്, നീ ഒരു ബൈക്ക് ഇടേ. ബൈക്ക് ഒന്നും എടുത്താൽ ശരിയാവില്ല. ആദ്യം കൂട്ടിക്കൊണ്ട് വരാൻ പറയും, കുറച്ച് രാവിലെ ഉണ്ടാക്കാൻ പറയും. എനിക്ക് ഞാൻ തേരാളിയാ, രാവിലെ ഓളം എന്താ ഉണ്ടാക്കിയാലും എന്താ കുഴപ്പം? ഉണ്ടാക്കിയെന്നത് കുഴപ്പം, ഉണ്ടാക്കാൻ പറ്റൂല. ഇനി ഒരു കാര്യം ചെയ്യും, ചേട്ടത്തിക്ക് ഒരു ബൈക്ക് എടുത്തോട്, ഒരു വണ്ടി എടുത്തോ, 2 വീലർ, നല്ലൊരു 2 വീലർ. എന്നിട്ടാണ് പെട്ടിയായിട്ടാണ് ഞാൻ മൈക്കിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോയത്. എന്റെ ഭാര്യ പറഞ്ഞു എല്ലാവരും മാറിക്കോന്ന് പാടായിരുന്നു. ഈ ലോകത്ത് പല മഹാമാരും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലെ യുക്തി ന്യായം പറയുന്ന ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശരി തന്നെ അമ്മ, ഞാനും കണ്ടിട്ടില്ല. നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നേ? എന്നോട് പറയാണ്ടെങ്കിലേ എന്റെ മൂത്ത് നോക്കി വേണം പറയാൻ. പറഞ്ഞോണ്ടിരിക്കുന്ന പെണ്ണിനെ വേണം ഇതിനൊക്കെ പറയാന്. അയ്യോ ദൈവം ഉണ്ട്, ദൈവം ഉണ്ട്. അയ്യോ മാമി വീഴുന്ന മാമേ, അയ്യോ 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 മാമി എണീക്കണം, എണീക്കണം മാമി, എണീക്കണം, ഇവിടെ ഇരിക്കണം. അയ്യോ ഓ മുട്ടുവാനൊന്നുമില്ല, കുഴപ്പമില്ല. ഞാൻ കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വരുമ്പോ ഇവിടെ ഓടിച്ചാൽ നടക്കരുത്. നീ എന്റെ മുമ്പിൽ പോ, എനിക്കിത് കാണണ്ട. രാഗിയതാ എന്റെ കാലിന് ഇത്രയും പറ്റിയത്. മാമി മാമിയുടെ മുട്ട് നോക്കട്ടെ. വേണ്ട മക്കളെ, വേനണ്ടാ? അതെ അതെ വേനുണ്ട്, ഞാൻ പറ്റേ വേന മാറ്റിത്തരാം. ഞാൻ കടയിൽ പോണം, കൂടെ പറഞ്ഞ ബലു നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടാ. കൂടെ വരുന്ന കാല് വയ്യാതിരിക്കുമ്പോഴേ നമുക്ക് അകത്ത് പോയി കുറച്ച് നേരം അകത്ത് പോയി കിടക്കാം. എനിക്ക് അമ്മൂമ്മേ പതുക്കെ എനിക്ക് അമ്മൂമ്മേ വേന കുറവുണ്ടോ അമ്മൂമ്മേ? വേദന കുറവുണ്ട്, പക്ഷെ കാലേ എന്റെ പാദം തിരിക്കാൻ പറ്റുന്നില്ലടി മോളെ. മാമിയേ ഓ അവൻ വരുന്നുണ്ട്, നീ എന്നെ കൊണ്ടേ പോകൂ. വേന എങ്ങനെയുണ്ട്? വേദനയുണ്ട്. അമ്മൂമ്മയുടെ കാലിന്റെ പാദം തിരിക്കാൻ പറ്റുന്നില്ലെന്ന്. തിരിക്കാതിരുന്നാ പോരെ. ഞാനിപ്പോ പറയാൻ വന്ന ഡയലോഗാ. നിങ്ങളൊന്ന് പോയി തരാവോ? എന്റെ വേദന ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം, അല്ലെങ്കിൽ ഒരു വണ്ടി വിളിച്ചാ ഞാനങ്ങ് പടവലത്ത് പോയിക്കോളാം. മാമി എന്തോ അമ്മ വേദന കുറവില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ആശുപത്രി പോവാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആശുപത്രി പോകാൻ നമുക്ക് ആദ്യം വൈദ്യുതി ഒന്ന്, ഇവിടെ അടുത്ത വൈദ്യശാലയില്ലേ, അവിടെ വൈദ്യുതി ഒന്ന് കാണിക്കാം. ആശുപത്രി പോയാൽ ശരിയാവില്ല, അവർ സ്കാൻ ചെയ്യാൻ പറയും. അപ്പം വല്ല പൊട്ടലോ ചീറ്റലോ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ അല്ല, അങ്ങനെ പറ്റൂല, ഓപ്പറേഷൻ ചെയ്യാൻ പറയും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു വൈദ്യശാല കാണിക്കാം. അതിന് മുമ്പ് ഞാൻ തണ്ടേ തൈലം വാങ്ങിച്ചോണ്ട് വന്ന് ഞാൻ തടവി തരാം. നീ തൈലവും വാങ്ങിച്ചോണ്ടോ വന്നത്? ഇവിടെ ജംഗ്ഷനിലെ രാമവൈദ്യൻ്റെ കടയിൽ നിന്നേ തൈലത്തിനൊക്കെ ഭയങ്കര വില. മാമി വന്നപ്പോഴേ വിചാരിച്ചു ഞാൻ തൈലം വാങ്ങിക്കേണ്ടി വരുമെന്ന്. ഞാൻ തടവി വേണ്ട, ഞാൻ തടവി തരാം. ഏത് കാലാണ്? കൊടുവാമി ഇടതുകാല്. അങ്ങോട്ട് കാണിച്ചോടു മാമി, നല്ല തടവും നല്ല തടവുകാരനാണ് അവൻ. അച്ഛനൊരു മുറി വൈദ്യരാണേ. അയ്യോ അതാണ് പ്രശ്നം, ഈ മുറിവെത്തിയന്മാരാണ് ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത്. അമ്മൂമ്മ കായ കൊണ്ട് കാണിച്ചു കൊടുക്ക്. കൈ ചുരുട്ടിയിട്ട് കരി തന്നാൽ 90 കണ്ണുറക്കോളും കേട്ടാ. മാമി പേടിക്കൊന്നും വേണ്ട. കച്ചവടം മാമി പേടിക്കണ്ട, തടവും വെച്ചോടുക്ക്. പതുക്കെ തടവണേടാ മോനെ. അയ്യോ അതല്ലടാ, ഇപ്പുറത്തെ കാല. ഒന്നുകൂടെ തൊഴേണ്ടി വരും. ഇതേ എല്ലാം ചുക്കി ചുളിഞ്ഞിരിക്കുകയാണ്. വയസ്സായതിന്റെ കുഴപ്പമാണ്, നൂത്തെടുക്കാം. എന്റെ കാല് വയ്യാതിരിക്കുക, അല്ലെങ്കിൽ കാല് കൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി തന്നേനെ നിനക്ക്. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പോടാ. അതെ മാമി, ഇത് ശരിയായില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും അറിയാന്നുള്ള വൈദ്യൻ്റെ അടുത്ത് അല്ല
നമുക്ക് ഏതെങ്കിലും വൈദ്യുതി കൊണ്ട് പോവാം. നീര് കെട്ടാൻ ചാൻസ് ഉണ്ട്, ഒടുവെല്ലാം ഉണ്ടെങ്കിലേ അതാണ് പ്രശ്നം. കുഴപ്പമില്ല, ശരിയാക്കി തരാം. അമ്മൂമ്മ അമ്മൂമ്മ എന്താ ഇങ്ങനെ കണ്ണിങ്ങനെ വെച്ചാണ്? ഒന്നുമില്ല മക്കളെ, അയ്യോ മാമി കരയണ? ഒന്നുമില്ലടാ. എൻ്റെ മക്കൾ ആരും അടുത്തില്ലെങ്കിലും എൻ്റെ മരുമോൻ എൻ്റെ അടുത്തെല്ലാം ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നതാടാ. വെറുതെ എന്നെ കരയിപ്പിക്കല്ലേ. അത് ഇപ്പൊ ശരിയാക്കി തരാം. മാമി, മാമ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? ഞാനോ? ഞാൻ വീട്ടിലാണെങ്കിൽ ഞാനല്ല, മാമൻ കുട്ടമ്പിള്ള മാമ ഇപ്പൊ അവിടെ എന്ത് ചെയ്യായിരിക്കും? മാമനിപ്പം പശുവിന് കാടി കൊടുക്കോ വല്ലോ ഒക്കെ ആയിരിക്കൂടാ മോനെ. പശുവിന് കാടി എൻ്റെ അമ്മേ, പോയി ചിരിക്കുന്നു പോയി പോയി കണ്ടേ പോയി തീർന്ന് തീർന്ന് തീർന്ന്. കുറവുണ്ടോ? തിരിക്കാൻ പറ്റുന്നുണ്ട്. പോയാ മാമി? ഓടം കൊല്ലി വൈദ്യനാണെങ്കിലും നീ കൊള്ളാവടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല മാമി, അവൻ നല്ല വൈദ്യനാണ്, നന്നാ തടവോ അവൻ. നോക്കേ ഉള്ളൂ ആ ഒരു വിചാരമില്ലാത്ത. ശരി പിന്നെ എന്താ പറഞ്ഞേ? എന്താടാ നീ പറഞ്ഞത്? നീ എന്താ പറഞ്ഞേ? മോക്ക് വിചാരം ഇല്ലെന്നോ? അല്ല, മോക്കെ ഒരു വില ഇല്ലാതെ ഉള്ളന്ന്. ആഹാ, നിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ അവക്ക് വിലയില്ലാതായി പോയത്. ഇതിനെ ഇവിടെ പിടിച്ച് തിരിക്ക്. എന്റെ പൊന്നു മക്കളെ വേണ്ട. ചെറുതായിട്ടൊരെണ്ണം